പ്രിയമുള്ള സഖാക്കളെ, വളരെ പ്രധാനപ്പെട്ട സന്ദർഭത്തോട് ചേർന്നാണ് നാം നിൽക്കുന്നത്. നാം ഇടതായിരിക്കേണ്ടതിൻ്റെ, കേരളം ഇടതായിരിക്കേണ്ടതിൻ്റെ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ തുടർച്ചയിലാണ് നാം ഉള്ളത്. എല്ലാ സഖാക്കൾക്കും അഭിവാദ്യങ്ങൾ. കടമ്മനിട്ടയുടെ ക്യാ എന്ന് പറയുന്നൊരു കവിതയുണ്ട്, എല്ലാവരും കേട്ടൊരു കവിതയാണ്. ഗുജറാത്തിൽ നിന്ന് ഞാൻ മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. ഗുജറാത്തിൽ നിന്ന് ഞാൻ മടങ്ങുമ്പോൾ കൊച്ചിയിൽ കച്ചവടത്തിന് പോകുന്ന ഗുജറാത്തിയുമായി ട്രെയിനിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടു. താങ്കളുടെ ശുഭനാമം എന്താകുന്നു? അയാൾ ചോദിച്ചു. രാമകൃഷ്ണൻ. ഞാൻ പറഞ്ഞു. രാംകിഷൻ രാംകിഷൻ, റാം റാം എന്ന് അഭിനന്ദിച്ചുകൊണ്ട് അയാൾ എന്നിലേക്കേറെ അടുത്തിരുന്നു. താങ്കൾ മാംസബുക്കാണോ? അയാൾ ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഞാൻ പറഞ്ഞു. താങ്കളോ? ഞാൻ ചോദിച്ചു. ഞങ്ങൾ വൈഷ്ണവ ജനത ശുദ്ധ സസ്യബുക്കുകളാണ്. തെല്ലഭിമാനത്തോടുകൂടി അയാൾ പറഞ്ഞു. നിങ്ങളിൽ ചില പുല്ലുതീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറു കീറി കുട്ടിയെ വെളിയിലെടുത്തു തിന്നതോ? നിങ്ങളിൽ ചില പുല്ലുതീനികൾ പൂർണ്ണ ഗർഭിണിയുടെ വയറു കീറി കുട്ടിയെ വെളിയിലെടുത്തു തിന്നതോ? തള്ളയെയും. ഞാൻ പെട്ടെന്ന് ചോദിച്ചു പോയി. ഒരു വികൃത ജന്തുവായി രൂപം മാറിയ അയാൾ കോമ്പല്ല് കാട്ടി പുരികത്തിൽ വില്ല് കുലച്ചുകൊണ്ട് എൻ്റെ നേരെ മുരണ്ടു. ക്യാ എന്നാണത്. ക്യാ. ഗുജറാത്തിലൊരു ട്രെയിനിൽ ക്യാ എന്ന് പറഞ്ഞുകൊണ്ട് വികൃത ജന്തുവായി മാറി കോമ്പല്ല് കാട്ടി പുരികത്തിൽ വില്ല് കുലച്ചുകൊണ്ട് നമ്മുടെ നേരെ മുരണ്ട ഈ ക്യാ എന്ന ചോദ്യത്തിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വലിയ ദൂരമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഗുരുവായൂരിലേക്ക് വലിയ ദൂരമില്ല. അങ്ങനെ വില്ല് കുലയ്ക്കുന്ന, കോമ്പല്ലുകൾ മുളയ്ക്കുന്ന മനുഷ്യർ കേരളത്തിലും ബലപ്പെട്ടു തുടങ്ങുന്നതിനെ നാം റദ്ദാക്കേണ്ടതുണ്ട്. വലിയ നിലയിൽ സമരമായി മാറേണ്ടതുണ്ട്. ആ സമരത്തിൻ്റെ ഒരു വലിയ ആൾക്കൂട്ടമാണ് നമ്മുടെ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇടതായിരിക്കുന്നത് ഇലക്ഷന് വേണ്ടി മാത്രമല്ല, ഇടതായിരിക്കുന്നത് ഈ നാട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിക്കാനുള്ള. താമര എന്ന് പറയുന്ന ഒരു കവിത പറയാമെന്ന് വിചാരിക്കുന്നു. താമര. പൂക്കളുടെ തിരിച്ചറിയൽ കാർഡിൽ നിന്ന് പഴയ പേരൊന്ന് മാറ്റി എഴുതി രക്ഷപ്പെടണം എനിക്ക്. പൂക്കളുടെ തിരിച്ചറിയൽ കാർഡിൽ നിന്ന് പഴയ പേരൊന്ന് മാറ്റി എഴുതി രക്ഷപ്പെടണം എനിക്ക്. പൂക്കളിൽ എൻ്റെ ഗതിയോളം അധോഗതി മറ്റൊരു ജന്മത്തിനും വരാനില്ല. പൂക്കളിൽ എൻ്റെ ഗതിയോളം അധോഗതി മറ്റൊരു ജന്മത്തിനും വരാനില്ല. വസന്തം തിരയുന്ന മനുഷ്യരുടെ കണ്ണിൽ താമര കണ്ടാൽ ഭയം പടരുന്നതിനോളം അശ്ലീലം മറ്റെന്തുണ്ട് ഭൂമിയിൽ. വസന്തം തിരയുന്ന മനുഷ്യരുടെ കണ്ണിൽ താമര കണ്ടാൽ ഭയം പടരുന്നതിനോളം അശ്ലീലം മറ്റെന്തുണ്ട് ഭൂമിയിൽ എന്നാണ് കവിത. ഒരു പാട്ടുകൂടി പാടി അവസാനിക്കാം എന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ള ആലങ്കോട് സഖാവിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. തെരുവുകൾ തെരുവുകൾ അണിയണിയായി ചേരുന്നു. തെരുവുകൾ തെരുവുകൾ അണിയണിയായി ചേരുന്നു. നമുക്കൊന്ന് താളം പിടിച്ച് പാടി നോക്കിയാലോ? തെരുവുകൾ തെരുവുകൾ അണിയണിയായി ചേരുന്നു. We are the people, democracy is the freedom. We are the people, democracy is the freedom. ഇതൊന്ന് ഏറ്റുപാടാമോ? We are the people, democracy is the freedom. Okay ആണോ? We are the people, democracy is the freedom. We are the people, democracy is the freedom. കുറച്ചുകൂടെ ഉറക്കെ ഉറക്കെ. We are the people, democracy is the freedom. We are the people, democracy is the freedom. തെരുവുകൾ തെരുവുകൾ അണിയണിയായി ചേരുന്നു. തെരുവുകൾ തെരുവുകൾ അണിയണിയായി ചേരുന്നു. ചെങ്കൊടി കയ്യുകൾ മുന്നേറ്റമാകുന്നു. ചെങ്കൊടി
കയ്യുകൾ മുന്നേറ്റമാകുന്നു. തെരുവുകൾ തെരുവുകൾ അണിയണിയായി ചേരുന്നു. തെരുവുകൾ തെരുവുകൾ അണിയണിയായി ചേരുന്നു. നാടുണർന്നു പടനയക്കാൻ പോരൂ. വിത്തെറിഞ്ഞ കൈകൾ തോൽക്കുകില്ല സത്യം. വിത്തെറിഞ്ഞ കൈകൾ തോൽക്കുകില്ല സത്യം. ചുമടെടുത്ത മേനി തോൽക്കുകില്ല സത്യം. ചുമടെടുത്ത മേനി തോൽക്കുകില്ല സത്യം. തെരുവുകൾ തെരുവുകൾ അണിയണിയായി ചേരുന്നു. ചെങ്കൊടി കയ്യുകൾ മുന്നേറ്റമാകുന്നു. തെരുവുകൾ തെരുവുകൾ അണിയണിയായി ചേരുന്നു. തീർച്ചയായും നാം മുന്നോട്ടാണ്. വലിയ സമരമായി നാം മുന്നോട്ടാണ്. നാം വിജയത്തിൻ്റെ പാതയിലാണ്. മുഴുവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ലാൽ സലാം.